അപ്പോൾ ഈ ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂത്ത് ടേബിളും പഠിച്ചേക്കണം. അതായത് പിയും ക്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എങ്ങനെ വരിക? 0 വരുമ്പോൾ 1 വരും, 1 വരുമ്പോൾ 0 വരും, 0 വരുമ്പോൾ 0 വരും, 1 വരുമ്പോൾ മാത്രം 1 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇതെന്തായാലും പഠിച്ചേക്കുക. അതിൻ്റെ നോട്ട് ഞാൻ എന്തായാലും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്, ഈ സെയിം നോട്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. അതായത് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നമുക്ക് തരും, എന്നിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ഈ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ പി ഇംപ്ലൈസ് ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ ഇംപ്ലൈസ് പി യൂണിയൻ ആർ. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 3 വേരിയബിൾസ് ഉണ്ട്, പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ എഴുതാൻ നമുക്കറിയാലോ, നമ്മൾ LSTയിൽ പഠിച്ച മാതിരി. ഇപ്പോൾ പിയും ക്യൂവും ആറും ഉണ്ടെങ്കിൽ 0 0 0 ഇതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ. 0 0 1 0 1 0 0 1 1, അതുപോലെ 1 0 0 1 0 1 1 1 0 1 1 1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ആദ്യം കോമ്പിനേഷൻ എഴുതാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇവിടെ നോക്കിയാൽ ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട്, അപ്പോൾ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതി. പിന്നെ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നത് എന്താ? ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ അല്ലേ? അപ്പോൾ നെഗേഷൻ ആർ നമുക്ക് എന്തായാലും വേണം, അപ്പോൾ അത് എന്തായാലും കണ്ടുപിടിച്ച് എഴുതാം. എന്നിട്ട് ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നത്? പി യൂണിയൻ ആർ. ഓക്കെ, പിന്നെ ഇത് മൊത്തമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ ഇംപ്ലൈസ് ദാറ്റ് പി യൂണിയൻ ആർ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതാം. അവസാനം ഈ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്തായിട്ട് എഴുതാം? അതിൻ്റെ ട്രൂത്ത് ടേബിളായിട്ട് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാൻ അറിയാലോ. നേരത്തെ നമ്മൾ പഠിച്ച മാതിരി ഓരോന്നിനും ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് അതെന്താണോ അതിനനുസരിച്ച് ഇവിടെ എഴുതും. ഇപ്പോൾ നെഗേഷൻ ആർ ആണെങ്കിൽ എന്താണ്? ഇപ്പോൾ ആർ എന്താണോ അതിൻ്റെ നെഗേഷൻ. 0 ആണെങ്കിൽ 1 എഴുതുക, 1 ആണെങ്കിൽ 0 എഴുതുക, അങ്ങനെ എഴുതി പോവാം. ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ എന്നത് ക്യൂവും നെഗേഷൻ ആർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൻഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് കിട്ടും. പി യൂണിയൻ ആർ ചെയ്യുക, ഇത് ചെയ്യുക. ഓക്കെ, വേറെ കാര്യം നോക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ 1 എവിടെ വരുന്നത് അതിന് അർത്ഥം അത് ട്രൂത്താണ്, 0 എവിടെ വരുന്നത് അത് ഫോൾസ് ആണ്. അതെന്തായാലും നമ്മൾ പഠിച്ചു വയ്ക്കുക. അത് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ആവശ്യമുണ്ട്. 1 എന്തായാലും എവിടെ കണ്ടാലും അത് ട്രൂത്താന്ന് വിചാരിക്കുക, മറ്റേത് ഫോൾസ് ആണെന്ന് വയ്ക്കുക. 0 വെച്ചാൽ ഫോൾസ് ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടോട്ടോളജി ആൻഡ് കോൺട്രഡിക്ഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ടോട്ടോളജി ആവുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ കോൺട്രഡിക്ഷൻ ആവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടോളജി എന്താ വെച്ചാൽ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ട്രൂത്ത് വാല്യൂ അസൈൻമെൻറ്റ്സ്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനൊരു നമ്മൾ നേരത്തെ ടേബിൾ വരച്ചുള്ളൂ, ആ ടേബിളിൽ എല്ലാത്തിലും 1 വരികയാണെങ്കിൽ അത് ടോട്ടോളജി ആയിരിക്കും, എല്ലാത്തിലും 0 വരികയാണെങ്കിൽ അതിന് കോൺട്രഡിക്ഷൻ ആയിരിക്കും. കോൺട്രഡിക്ഷൻ വെച്ചാൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ഫോർ ഓൾ ട്രൂത്ത് വാല്യൂ അസൈൻമെൻറ്റ്സ്. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, പി ഉണ്ട്, നെഗേഷൻ പി ഉണ്ട്, പി ഇൻ്റർസെക്ഷൻ നെഗേഷൻ പി ഉണ്ട്, അല്ല പി യൂണിയൻ നെഗേഷൻ പി ഉണ്ട്, പി ഇൻ്റർസെക്ഷൻ നെഗേഷൻ പി ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ എഴുതുകയാണെങ്കിൽ അവസാനം നമുക്ക് എല്ലാത്തിലും അതായത് പി യൂണിയൻ നെഗേഷൻ പിയിൽ നമുക്ക് എല്ലാത്തിലും 1 കിട്ടും, അതുപോലെ പി ഇൻ്റർസെക്ഷൻ നെഗേഷൻ പിയിൽ എല്ലാത്തിലും 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇത് ടോട്ടോളജി ആയിരിക്കും, ഇത് കോൺട്രഡിക്ഷൻ ആയിരിക്കും. അങ്ങനെയാണ് ശരിക്കും പറയാം. അത് എവിടെയാണോ ഫുള്ള് 1 വരുന്നത് അവിടെ ടോട്ടോളജിയും, എവിടെയാണോ ഫുള്ള് 0 വരുന്നത് അവിടെ കോൺട്രഡിക്ഷനും ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ തരാം. അതായത് ഇപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ ഇംപ്ലൈസ് പി, അതൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാം. ഇനി ചിലത് നമുക്ക് ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വരും, അതായത് ടോട്ടോളജി ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തേ, അതായത് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് ടോട്ടോളജി ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്, പിയും ക്യൂ ഉള്ളത്. അപ്പോൾ ആ 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ഇവിടെ എഴുതി. പിന്നെ നമുക്കിവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? പി ഇംപ്ലൈസ് ക്യൂ അത് എഴുതി, പിന്നെ നെഗേഷൻ ക്യൂ ഉണ്ട്, പിന്നെ നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട്. അവസാനം ഇത് മൊത്തത്തിൽ എഴുതാം, നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ട്രൂത്ത് ടേബിൾ എഴുതി വരുമ്പോൾ ഇവിടെ മൊത്തത്തിൽ 1 വരും. അപ്പോൾ അതിനർത്ഥം ടോട്ടോളജി ആണെന്നർത്ഥം. ഓക്കെ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ അറിയാലോ. പി ഇംപ്ലൈസ് ക്യൂ നമ്മൾ നേരത്തെ ട്രൂത്ത് ടേബിൾ പഠിച്ചിട്ടുണ്ട്, 1 1 0 1 വരിക. നെഗേഷൻ ക്യൂ ആണെങ്കിൽ ഇതിനെ നെഗേഷൻ എഴുതാം, പിന്നെ നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഇതിൻ്റെ നെഗേഷൻ എഴുതാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ അവസാനം ഇതും നെഗേഷൻ ക്യൂ തമ്മിൽ എന്ത് ചെയ്യുക? ഇംപ്ലൈ ചെയ്യുക. ഇത് ഇംപ്ലൈസ് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ.